ഏഞ്ചൽസ് ആർമി ഒരുക്കുന്ന കുടുംബമൊന്നിച്ച് പുൽക്കൂട്ടിലേക്ക്. പറുദീസയിലെ രക്ഷകന്റെ വാഗ്ദാനത്തിൽ തുടങ്ങി രക്ഷാകര ചരിത്രത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നു. രക്ഷാകര ചരിത്രത്തിലെ ചില നിർണായക വ്യക്തികളെ ആഴത്തിൽ പരിചയപ്പെട്ടും അവരുടെ വിശ്വാസത്തിന്റെ സവിശേഷതകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനുമുള്ള ഒരവസരമാണ് ഈ യാത്ര. ഈ യാത്ര ജോസഫിനോടും മേരിയോടുമൊപ്പം പുൽക്കൂട്ടിലെ ഉണ്ണിയിലെത്തുന്നു. ദൈവത്തിന്റെ വിളിക്ക് ഉത്തരം നൽകിയപ്പോൾ വിശ്വാസികളുടെ പിതാവായി തീർന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഉൽപ്പത്തി 12-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവ് അബ്രാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രാം പുറപ്പെട്ടു. ലോത്തും അവൻ്റെ കൂടെ തിരിച്ചു. ഹാരാൻ ദേശത്തോട് വിട പറഞ്ഞപ്പോൾ അബ്രാമിന് 75 വയസ്സ് പ്രായമായിരുന്നു. ദൈവം അബ്രാഹത്തെ വിളിക്കുന്നു. അബ്രാഹം വിശ്വസിക്കുന്നു, ദൈവത്തെ അനുസരിക്കുന്നു. യാത്ര ആരംഭിക്കുകയാണ്. രക്ഷാകര ചരിത്രം കുറെ കൂടി വ്യക്തമാകാൻ തുടങ്ങുന്നു. അബ്രാഹത്തിൻ്റെ യാത്ര, കുടുംബത്തോടൊത്തുള്ള യാത്ര ഒരു തീർത്ഥാടനം പോലെ അദൃശ്യമായ ലക്ഷ്യത്തിലേക്ക് അപരിചിതമായ വഴികളിലൂടെ. ലക്ഷ്യം അത്ര വ്യക്തമല്ല, വഴികൾ അത്ര പരിചിതമല്ല. ഏറെ ബുദ്ധിമുട്ടുണ്ട് ആ വഴികളിലൂടെ നടക്കാൻ. നമ്മെ ഓരോരുത്തരെയും ദൈവം വിളിക്കുന്നത് നമ്മുടെ കുടുംബത്തോടൊപ്പം ഒരു പ്രത്യേക നിയോഗത്തിലേക്കാണ്. നമ്മുടെ മേന്മയോ മഹത്വമോ കണ്ടിട്ടല്ല ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്, മറിച്ച് ഇതൊരു ഉത്തരവാദിത്വവും ദൈവ പദ്ധതിയുടെ ഭാഗവും. എന്തു മേന്മയാണ് നമുക്ക് അവകാശപ്പെടാനുള്ളത് പ്രിയപ്പെട്ടവർ? എന്ത് വ്യത്യസ്തതയാണ് മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ കാണിക്കുന്നത്? നമ്മെ കാണുന്നവർക്ക് ഈശോയെ കാണും വിധം അത്രമാത്രം ഒരു കൂദാശ അനുഭവമായി ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? കൈവിരലുകൾ 5 പോലെ വ്യത്യസ്തരെങ്കിലും നമ്മളെല്ലാം ഒന്നാണ്. ഓരോ വിളിക്കനുസരിച്ച് പലവിധ കഴിവുകളോടെ ദൈവം അയച്ചിട്ടുള്ളവർ. ഈ ദിനം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ഈ വിളിക്കനുസരിച്ച് ജീവിക്കാൻ, ഉത്തരവാദിത്തത്തോടെ ജീവിക്കാൻ. ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ടവരും ആ വിളിക്കനുസരിച്ച് ദൈവ പദ്ധതിയിലേക്ക് ഉയരാൻ നാം ഒരുമിച്ച് ഈ യാത്ര തുടരാൻ. ദൈവസ്വരം തിരിച്ചറിയുവാനായി നമുക്ക് ഈ വചനം ഏറ്റുപറയാം. 1 സാമുവേൽ 3-ാം അധ്യായം 10-ാം വാക്യം. കർത്താവെ, അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിതാ ശ്രവിക്കുന്നു. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം: ദൈവമേ, അങ്ങയെ അനുസരിക്കാൻ എന്നെ പരിശീലിപ്പിക്കണമേ.